ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിൾ പറയുന്ന നിത്യജീവൻ അനുഭവിക്കണമെങ്കിൽ ഞാൻ ഇനിയും പറയാനായിട്ട് പോകുന്ന 4 കാര്യങ്ങൾ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കണം. നമുക്ക് എല്ലാവർക്കും പരിചിതനായ ഒരു വ്യക്തിയാണ് ധൂർത്തപുത്രൻ. ചിലർ മുടിയൻ പുത്രൻ എന്ന് വിളിക്കാറുണ്ട്, ചിലർ ഇളയ പുത്രൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. എന്തായാലും നമുക്കറിയാം അദ്ദേഹത്തെക്കുറിച്ച്. അപ്പൻ്റെ വീട് വിട്ട് ഇറങ്ങി സ്വത്തും എല്ലാ വസ്തുക്കളും നാനാവിധമാക്കി നശിപ്പിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിൽ പോയി ഏറ്റവും ഒടുവിൽ മടങ്ങി വീട്ടിലേക്ക് വന്ന് പിതാവിൻ്റെ സ്നേഹവും വാത്സല്യവുമൊക്കെ പിന്നീട് അനുഭവിച്ച ആ ഇളയ പുത്രൻ, അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ 4 കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം പഠിക്കേണ്ടതാണ്. ഈ 4 കാര്യങ്ങൾ ഇതുവരെയും ഈ നിത്യജീവന്റെ സന്തോഷം അനുഭവിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അനുഭവിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ സഹായിക്കുന്നതാണ്. നമ്മളിത് വളരെ ഗൗരവമായിട്ട് പഠിക്കേണ്ടുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ലോക സംഭവങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ ഏറ്റവും സാധ്യതയുള്ള ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ യുദ്ധവും ഓരോ പ്രശ്നങ്ങളും കാണുമ്പോൾ നമ്മൾ പിന്നെയും പ്രത്യാശ അതിനെക്കുറിച്ച് പ്രസംഗിക്കുകയും പ്രത്യാശ വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഞാൻ പറയുന്നത് ഇതൊന്നും ഇല്ലെങ്കിലും നമ്മളെപ്പോഴും ഒരുങ്ങിയിരിക്കണമെന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കാലങ്ങളെ വിവേചിക്കുന്നവരായിട്ട് മാറണം. ഒരു നല്ല ദൈവപൈതൽ, ആ ദൈവപൈതലിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് അവൻ കാലങ്ങളെയും സമയങ്ങളെയും വിവേചിക്കുന്നവരായി മാറണം. ഓരോ ദിവസവും നമ്മൾ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുവാനായിട്ട് കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ പദവികളിൽ ഒന്നെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന നിത്യജീവൻ അനുഭവിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ പ്രശ്നങ്ങളുടെ മറുപടികൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറുന്നത്, നമ്മുടെ രോഗം മാറുന്നത്, ഇതെല്ലാം രണ്ടാമത്തേതാണ്. ഞാൻ ടൈറ്റിലിൽ ഒരു പദം കൊടുത്തിട്ടുണ്ടായിരുന്നു, നിത്യനാശം. ഇത് എൻ്റെ വാക്കുകളല്ല, ആരെയും ആകർഷിക്കാനോ വീഡിയോയിലേക്ക് കൊണ്ടുവരുവാനോ ഒന്നും ഞാൻ സ്വയമായി കണ്ടെത്തിയ വാക്കല്ല. വേദപുസ്തകത്തിൽ തന്നെ നിത്യനാശം എന്ന് പറയുന്ന ആ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. നിത്യനാശം, നിത്യമായ നാശം. ഇത് ഒരു ഭീകരവും ഭയാനകവുമായ അനുഭവമാണ്. ഞാൻ അതിലേക്ക് പോകാം. അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എന്താണ് നിത്യജീവൻ? നിത്യജീവൻ ഒരാൾക്ക് പ്രാപ്യമാകുന്നത് എങ്ങനെയാണ്? ഈ നിത്യജീവനെക്കുറിച്ച് ഏറ്റവും അധികം സംസാരിച്ചിട്ടുള്ളത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷ കാലങ്ങളിൽ എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവന് മരണത്തിൽ നിന്ന്, നിത്യശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുണ്ട് എന്നൊക്കെ കർത്താവ് തൻ്റെ ശുശ്രൂഷ വേളകളിൽ പരസ്യമായി പ്രസ്താവിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന പല ആളുകൾക്കും അതിൻ്റെ അർത്ഥം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ല. പക്ഷേ യേശുവിൻ്റെ ആ ചെറിയ കഥകളും ഉപമകളും പഠിപ്പീരുകളും എല്ലാം നമ്മൾ ഒരുമിച്ച് ചേർത്ത് പഠിക്കുമ്പോൾ ഈ നിത്യജീവനെക്കുറിച്ചുള്ള കൃത്യമായ ഒരാശയം നമുക്ക് ലഭിക്കും. അതെല്ലാം കൂടി ചേർത്ത് വെച്ച് നമ്മൾ ഈ പറഞ്ഞ 4 കാര്യങ്ങളിലേക്ക് നമുക്ക് വേഗത്തിൽ മുൻപോട്ട് പോകാം. ഞാൻ സിമ്പിളായിട്ട് നിങ്ങളിലേക്ക് ഇതൊന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം ഇത് മുൻപ് ഞാൻ ഈ ഒരു രക്ഷയുടെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലർ എന്നോട് വീണ്ടും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അല്പസമയങ്ങൾ നിങ്ങളുമായിട്ട് ഈ ഒരു കാര്യം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ധൂർത്തപുത്രൻ അല്ലെങ്കിൽ ഇളയപുത്രൻ ഭവനത്തിലേക്ക് മടങ്ങി വന്ന് പിതാവിൻ്റെ കൂട്ടായ്മയും വാത്സല്യവും ഒക്കെ
അനുഭവിക്കുവാൻ കാരണമായി തീർന്നതിൻ്റെ പുറകിലുള്ള 4 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തേത് സ്വയം തിരിച്ചറിവാണ്, അല്ലെങ്കിൽ സ്വയമുള്ള മനസ്സിലാക്കലാണ്. അത് അന്ന് ആ വ്യക്തിക്ക് ഉണ്ടായെങ്കിൽ ഓരോരുത്തർക്കും ഇത് ഉണ്ടാകണം. സെൽഫ് റിയലൈസേഷൻ. അപ്പൻ്റെ വീട് വിട്ട് ഇറങ്ങിപ്പോയവന് സുബോധം വന്നപ്പോഴാണ് വീട്ടിലേക്ക് മടങ്ങി വന്നത്. അവന് പണമുള്ളപ്പോൾ, കൂട്ടുകാരുള്ളപ്പോൾ, എന്താ പറയുന്നത്, ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചപ്പോഴൊന്നും അവന് അപ്പൻ്റെ വീടിനെ കുറിച്ചുള്ള ബോധ്യമില്ലായിരുന്നു, ആവശ്യകതയില്ലായിരുന്നു. പക്ഷേ അവന് ദൈവജനത്തിനകത്ത് എഴുതിയിരിക്കുന്നവന് സുബോധം വന്നു എന്നാണ്. അപ്പം നമുക്കൊരു സുബോധം ഉണ്ടാകണം. ഈ സുബോധം ഉണ്ടാകാത്തിടത്തോളം കാലം ഒരാളും രക്ഷപ്പെടത്തില്ല. നമ്മൾ എത്ര കർത്താവിനെ കുറിച്ച് പറഞ്ഞാലും, എത്ര മടങ്ങി വരണമെന്ന് പറഞ്ഞാലും ആ വ്യക്തിക്ക് ഒരിക്കലും സുബോധമുണ്ടാകില്ല. കഴിഞ്ഞ ദിവസം അനുസരണക്കേടിലേക്ക് പോയി ദൈവിക കൂട്ടായ്മയിൽ നിന്ന് അന്ന് അകന്നുപോയ ഒരു മകന് വേണ്ടി ഒരമ്മ കുറേ നാളുകൾ പ്രാർത്ഥിച്ചു. ആ അമ്മ തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കുകയിൽ ഞാൻ സുബോധം വന്ന് ആ ഇളയപുത്രൻ വീട്ടിലേക്ക് വന്നതുപോലെ ആ വാക്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. എന്തായാലും ആ മാതാവിൻ്റെ കണ്ണുനീരും പ്രാർത്ഥനയും ദൈവം കേട്ടു. ആ മോന് സുബോധം ദൈവം കൊടുത്തു. അവന് ദൈവിക കൂട്ടായ്മയിലേക്ക് മടങ്ങി വന്നു എന്ന് കേൾക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പം സുബോധമുണ്ടാകുക എന്നുള്ളതാണ്. ഒരു പാപിക്ക് സുബോധമുണ്ടാകണം. നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ എങ്ങനെയാണ് സുബോധം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു സ്വയം തിരിച്ചറിവ് ഉണ്ടാകുന്നത്? റോമാലേഖനം 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 10-ാം അധ്യായത്തിൽ 17 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം കേൾക്കാത്തവനിൽ അല്ലെങ്കിൽ അറിയാത്തവനിൽ വിശ്വസിക്കാനായിട്ട് പറ്റില്ല. 14-ാമത്തെ വാക്യമാണ്, വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? അപ്പോൾ പ്രസംഗം, കേൾവി, വിശ്വാസം, ഇങ്ങനെയാണത് പോകുന്നത്. ശരിക്കും ദൈവവചനത്തിൻ്റെ പ്രഖ്യാപനം അല്ലെങ്കിൽ തിരുവചന സന്ദേശങ്ങൾ, പ്രസംഗങ്ങൾ, അത് ഒരു വ്യക്തി കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ പാപബോധം വരുത്തും. നമ്മുടെയൊക്കെ തിരുവചന സന്ദേശങ്ങളുടെ പിന്നിലുള്ള ഉദ്ദേശം, പരമപ്രധാനമായ ഉദ്ദേശം, ഒരു വ്യക്തിയെ ദൈവിക കൂട്ടായ്മയിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനപ്പുറത്ത് മറ്റൊരു ഉദ്ദേശവുമില്ല. യേശു ഗലീലയിലെല്ലാം ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിച്ചത് മാനസാന്തരത്തെക്കുറിച്ചാണ്. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം മടങ്ങിവരവും മാനസാന്തരവുമായിരുന്നു. അപ്പൊ ശരിക്കും മാനസാന്തരത്തെക്കുറിച്ചും പാപത്തിൽ നിന്നുള്ള മടങ്ങിവരവിനെക്കുറിച്ചുമുള്ള പ്രസംഗങ്ങൾ, സന്ദേശങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ, പ്രസംഗിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് ഇത് കേൾക്കുന്ന വ്യക്തികളുടെ ഉള്ളത്തിൽ പ്രവർത്തിക്കുകയും അവർ എന്താ പറയുന്നത്, ഒരു രക്ഷകന്റെ ആവശ്യബോധത്തിലേക്ക് അവർ നയിക്കപ്പെടുകയും ചെയ്യുകയാണ്. ശരിക്കും ഇവിടെയാണ് സുവിശേഷ പ്രസംഗങ്ങളുടെ പ്രസക്തി. സുവിശേഷം എന്ന് കേൾക്കുമ്പോഴേ ചിലർ നെറ്റി ചുളിക്കും. ഓ, സുവിശേഷം. ഇനി ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ ഈ വീഡിയോയുടെ ടൈറ്റിലിൽ കണ്ടൊരു കാര്യമുണ്ട്, നിത്യനാശം. നിത്യനാശത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടുന്നത്? ഞാൻ ആ വാക്ക് തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ വാക്കുകളല്ല നിത്യനാശം എന്ന് പറയുന്നത്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം, സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവിടുത്തെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. അപ്പൊ സുവിശേഷം അനുസരിക്കാത്തവരാണ് നിത്യനാശത്തിലേക്ക് പോകുന്നത്. യേശുവിനെ രക്ഷകനും കർത്താവുമായി, സുവിശേഷം എന്ന് പറയുന്നത് യേശു കർത്താവാണ്.
ഇന്ന് സുവിശേഷം ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ചിലർ വിചാരിക്കുന്നത് സുവിശേഷം എന്ന് പറയുന്നത് വീട് വെക്കുന്നതാണ്, വണ്ടി വാങ്ങുന്നതാണ്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതാണ്, കഷ്ടം മാറി എല്ലാം കിട്ടുന്നതാണ്. ഇതെല്ലാമാണ് സുവിശേഷം. സുവിശേഷം അതൊന്നുമല്ല. സുവിശേഷത്തിൻ്റെ അകത്ത് അതൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥമായ സുവിശേഷം യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുകയാണ്. അപ്പം സുവിശേഷം അംഗീകരിക്കാത്തവരെന്ന് പറയുമ്പോൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാത്ത ഒരു വ്യക്തിക്കും നിത്യജീവനില്ല, രക്ഷയില്ല. അപ്പൊ ചിലർ ചോദിക്കും, അതിലൂടെയുള്ള രക്ഷ? തീർച്ചയായിട്ടും അതിലൂടെയുള്ള രക്ഷ. ഞാൻ ചോദിക്കട്ടെ, രക്ഷയ്ക്ക് വേണ്ടി മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി മറ്റെന്തെങ്കിലും വഴി ഉണ്ടായിരുന്നെങ്കിൽ പിതാവ് ഒരിക്കലും തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കില്ലായിരുന്നു. കാൽവറിയിലെ ഇത്രയും ഹീനമായ കഠിനമായ പീഡാനുഭവങ്ങളിലേക്ക് തൻ്റെ പുത്രനെ ഒരിക്കലും പിതാവ് ഏൽപ്പിച്ചു കൊടുക്കില്ലായിരുന്നു. പിതാവിൻ്റെ മുമ്പിൽ മറ്റൊരു വഴിയും രക്ഷയ്ക്കായി ഇല്ലാത്തത് കൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ഇത്ര നീചമായ ഹീനമായ മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തത്, താൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്തത്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് രക്ഷാനായകൻ എന്നുള്ളതാണ്. മറ്റൊരാളെയും രക്ഷാനായകൻ എന്ന് വിശേഷിപ്പിച്ചിട്ടില്ല. രക്ഷാനായകൻ, ഓഥർ ഓഫ് സാൽവേഷൻ. ആ ഭാഗം താഴോട്ട് വരുമ്പോൾ പറയുന്നത് എന്താ പറയുന്നത്? സകലത്തിലും സഹോദരന്മാരോട് സദൃശ്യരായി തീർന്നു. എന്തിനാ സദൃശ്യമായി തീർന്നത്? പാപികളായ നാം ഓരോരുത്തരെയും രക്ഷിക്കുവാൻ, നമുക്ക് നിത്യജീവൻ നൽകുവാൻ. കർമ്മമാർഗങ്ങൾ കൊണ്ട് രക്ഷയില്ല. ഞാൻ പറയാം, എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും, അതെ, അതുകൊണ്ടൊന്നും മനുഷ്യന് രക്ഷ പ്രാപിക്കാൻ പറ്റില്ല. അങ്ങനൊക്കെ രക്ഷ പ്രാപിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ പുത്രനായ ക്രിസ്തു ക്രൂശിൽ മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പൊ രക്ഷയ്ക്ക് ഒരു മനുഷ്യന്റെയും പ്രവൃത്തി ആവശ്യമില്ല. പ്രവൃത്തിയാലല്ല രക്ഷ. റോമാലേഖനം മുഴുവനും പറയുന്നത് വിശ്വാസത്താലുള്ള നീതീകരണമാണ്. അപ്പം ആ യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താലാണ്. പ്രിയപ്പെട്ടവരെ, ലേവ്യ പുസ്തകത്തിന്റെ ഒരു പ്രമാണം എന്ന് പറയുന്നത്, സഹോദരൻ ദരിദ്രനായി തീർന്ന് ക്ഷയിച്ചു പോയാൽ ആ സഹോദരനെ വീണ്ടെടുക്കുവാൻ അടുത്ത സഹോദരന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് രൂത്തിനെ ബോവസ് വീണ്ടെടുക്കുമ്പോൾ ആ ഒരു സഹോദരന്മാരാരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരാരും തയ്യാറല്ലാതെ ഇരുന്നപ്പോഴാണ് ബോവസ് ആ രൂത്തിനെ വീണ്ടെടുത്തത്. അങ്ങനെയെങ്കിൽ മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പുകാരനായി, നമ്മളിൽ ഒരാളായി, ജഡവും മാംസവും ധരിച്ചവനായി, സ്വർഗീയ മഹിമകളെ വിട്ട് യേശു കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് സകല മാനവജാതിയുടെയും പാപത്തിന്റെ പരിഹാരത്തിനായിട്ടാണ്. അപ്പം ആ ഒരു പാപപരിഹാര ബലിയിൽ വിശ്വസിക്കുക, അതിനെ ഏറ്റെടുക്കുക. സ്വയം ഒരു തിരിച്ചറിവ് ഒരു വ്യക്തിക്കുണ്ടാകണം. അപ്പം ഈ ധൂർത്തപുത്രന് അല്ലെങ്കിൽ ഇളയപുത്രന് ഒരു സ്വയം തിരിച്ചറിവ് അവനുണ്ടായി. എനിക്ക് എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോകണം, പോയാലേ പറ്റൂ. ഈ തിരിച്ചറിവ് ഉണ്ടാകാത്തിടത്തോളം കാലം ആരും രക്ഷപ്പെടത്തില്ല. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് വരാം. അപ്പോൾ ഒന്നാമത് സ്വയം മനസ്സിലാക്കുക, ഞാനൊരു പാപിയാണെന്നും എനിക്കൊരു രക്ഷകന്റെ ആവശ്യമുണ്ടെന്നും മനസ്സിലാക്കുക. പാപിയാണെന്ന് മനസ്സിലാക്കുക. നീതിമാനാണെന്നുള്ള ചിന്തകൾ ആദ്യം കളഞ്ഞ് പാപിയാണെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ഒരു വ്യക്തി വന്നെങ്കിൽ മാത്രമേ അവനെ രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവന് രക്ഷ പ്രാപിക്കാൻ പറ്റുള്ളൂ. നീതിമാനാണെങ്കിൽ പിന്നെ യേശുവിൻ്റെ കർത്താവിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, എന്നെ കൊണ്ടെല്ലാം കഴിയുമെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മളെ കൊണ്ട് പറ്റാത്തത് കൊണ്ടല്ലേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത് സ്വയം തിരിച്ചറിവ്. 2, മടങ്ങി വരിക. രണ്ടാമത്തേത് മടങ്ങി വരിക. ഈ പാപിയാണെന്നൊരു ബോധ്യം അവന് ഉണ്ടായി. അവൻ ഇരുന്ന സ്ഥലത്ത് ഇരുന്നിരുന്നെങ്കിൽ അവനൊരിക്കലും വീട്ടിലേക്ക് എത്താൻ പറ്റില്ലല്ലോ. പക്ഷെ അവൻ എന്താണ് ചെയ്തത്? ഇരുന്നിടത്ത് നിന്ന് സുബോധം വന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ചെല്ലും, അവിടേക്ക് ഞാൻ പോകും, അവിടെ
അപ്പൻ്റെ ജോലിക്കാർ പോലും നന്നായി ജീവിക്കുമ്പോൾ മോനായ ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ടവനല്ല, അല്ലെ ഇങ്ങനെ നശിച്ചു പോകേണ്ടവനല്ല, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോകേണ്ടവനാണ് എന്നൊരു തിരിച്ചറിവ് അവനുണ്ടായി. മടങ്ങി വന്നു, അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ഞാൻ പറയാം, പാപിയാണെന്നുള്ള ബോധവും പാപമുണ്ടെന്നുള്ള തിരിച്ചറിവും മാത്രം പോരാ, ആ തിരിച്ചറിവിൽ നിന്ന് ചില തീരുമാനങ്ങളിലേക്ക് എത്തുക. അതുകൊണ്ടാണ് റോമലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയണം, ഏറ്റുപറച്ചിലുണ്ടാകണം. അപ്പൊ ഈ ചിലര് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, രക്ഷിക്കപ്പെട്ടാൽ മാത്രം മതിയോ, സ്നാനപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ, നമ്മുടെ വിഷയം അതല്ല. അതിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ശരിക്കും ഒരു വ്യക്തി സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങി, ജലാശയത്തിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ സ്നാനപ്പെടുത്തുന്ന വ്യക്തി ആ സ്നാനാർത്ഥിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നോ? സ്വീകരിച്ചിരിക്കുന്നു. നീ വിശ്വസിക്കുന്നുവോ? അപ്പൊ ഉറക്കെ അവിടെ പ്രഖ്യാപിക്കും. ഇല്ല എന്ന് പറഞ്ഞ ആ സ്നാനം അവിടെ കൊണ്ട് നിന്നു. അപ്പൊ ശരിക്കും വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ രക്ഷയും സ്നാനവും ചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ്. എവിടെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ സ്നാനം നടന്നിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തികളിൽ ശൗല്, പൗലോസ് മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു. കൊർനെല്യോസും കുടുംബവും മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു. എവിടെ രക്ഷ നടന്നിട്ടുണ്ടോ പ്ലസ് സ്നാനം ഒന്നിച്ചാണ് പോകുന്നത്. ഷണ്മൻ അപ്പോസ്തല പ്രവൃത്തി 8 യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തി. ഇതാ വെള്ളം, സ്നാനപ്പെടുന്നതിന് എന്ത് തടസ്സം? അപ്പം വെള്ളം കണ്ടപ്പം ഫിലിപ്പോസ് സ്നാനപ്പെടാൻ പോലും പറയുന്നില്ല. അപ്പൊ അതിൻ്റെ അകത്ത് സ്നാനമുണ്ട്. അതുകൊണ്ടാണല്ലോ പറഞ്ഞു, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. അപ്പം പോകട്ടെ, അത് മറ്റൊരു വിഷയമാണ്. അതിലേക്ക് പോയാൽ നമ്മൾ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റഡ് ആയിട്ട് പോകും. മടങ്ങി വരവാണ്. അപ്പം ഒന്ന് തിരിച്ചറിവ്, 2 മടങ്ങി വരവ്. കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു, ത്രോട്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. കുറച്ച് സ്ട്രെയിൻ ചെയ്തിട്ടാണ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. ഓക്കെ. 3-ാമത്തേത് ഏറ്റുപറച്ചിലാണ്. ഈ ധൂർത്തപുത്രൻ മടങ്ങി വന്നിട്ട് ഏറ്റുപറയുന്ന ഒരു ഏറ്റുപറച്ചിലുണ്ട്. അപ്പാ, ഞാൻ സ്വർഗത്തോടും അങ്ങയോടും ഞാൻ പാപം ചെയ്തു പോയി. അങ്ങയുടെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. കൺഫെഷനാണ്, ഏറ്റുപറച്ചിലാണ്. പാപം. അടുത്തത്, പാപത്തെക്കുറിച്ച് ബോധ്യം വന്നാൽ പോരാ, പാപത്തെക്കുറിച്ച് തിരിച്ചറിവ് വന്നാൽ പോരാ, പാപം ഏറ്റുപറയണം. നമുക്ക് തുറന്നു പറയാനുള്ള എല്ലാ കാര്യവും കർത്താവിനോട് തുറന്നു പറയണം. ഞാൻ ഒരു കാര്യം സ്നേഹത്തോടെ പറയാം. നമ്മൾ ചിന്തിക്കുന്നത് പോലെ അത്ര ഭീകരനായ ദൈവമൊന്നുമല്ല നമ്മുടെ ദൈവം. ഈ ചില പ്രസംഗങ്ങളും ചില കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ഒരു ഭയങ്കര ഭീകരൻ, ഒരു വലിയ സിംഹാസനത്തിൽ ഇരിക്കുന്നു, ഭയങ്കരനല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ മനസ്സ് തുറന്ന് നമ്മൾ സംസാരിച്ചാൽ നമ്മുടെ സംസാരത്തെ ഒരു അപ്പൻ്റെ വാത്സല്യത്തോടെ കേൾക്കുന്ന ഒരു നല്ല ദൈവമാണ്. വലിയ കാര്യങ്ങളല്ല, ചെറിയ കാര്യം. ഞാൻ എൻ്റെ ജീവിതത്തിൽ വലുതും ചെറുതുമായി എല്ലാ കാര്യവും ദൈവത്തോട് പറയാറുണ്ട്. ചിലർ ചിന്തിക്കും ദൈവത്തോട് ഇത്ര ചെറിയ കാര്യം പറയാൻ പറ്റുമോ? പക്ഷെ ഞാൻ ചെറിയ കാര്യങ്ങൾ പോലും ദൈവത്തോട് പറയുന്ന ഒരാളാണ്. എനിക്ക് ഒരു തുണി എടുക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ കർത്താവിനോട് തുറന്നു പറയാറുണ്ട്. കർത്താവ് അത് കേൾക്കാറുണ്ട്, എന്നോട് സംസാരിക്കാറുണ്ട്, ഇടപെടാറുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളുണ്ടെങ്കിൽ പോലും ഞാൻ പറയാറുണ്ട്. എനിക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഞാൻ മനുഷ്യനോട് പറയാറില്ല. കുറേ സമയം ദൈവസന്നിധി ഇരിക്കും, കരയും, ദൈവത്തോട് തുറന്നു പറയും. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയും, കർത്താവ് എനിക്ക് കുറച്ച് ദിവസമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പ്രസംഗത്തിൽ ഞാൻ സംതൃപ്തനല്ലെങ്കിൽ ഞാൻ പറയും, ഞാൻ ഈ പറയുന്നതൊക്കെ ശരിയാണോ? അല്ലെങ്കിൽ എന്നെ ഒന്ന് കറക്റ്റ് ചെയ്യണേ, കാരണം നമ്മൾ ഈ മറയിട്ടല്ല. അപ്പാ, ഞാൻ സ്വർഗത്തോടും അങ്ങയോടും ഞാൻ പാപം ചെയ്തു, ഞങ്ങളുടെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. ഏറ്റു പറഞ്ഞപ്പോൾ അപ്പൻ അവനെ എന്താ ചെയ്തത്? ഈ ദൂരത്തു നിന്ന് കണ്ടപ്പോൾ തന്നെ അപ്പൻ
ഇറങ്ങി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവനെ ഉമ്മ കൊടുത്ത് സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. നമ്മുടെ തീരുമാനമാണ് പ്രധാനപ്പെട്ടത്. സത്യത്തിൽ ഈ വീട്ടിൽ നിന്ന് ദൂരെ പോയ മോനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പൻ. പക്ഷെ ദൈവവചനത്തിനൊരു വ്യവസ്ഥയുണ്ട്. എന്താ വ്യവസ്ഥ? നമ്മൾ മടങ്ങി വരേണ്ട സ്ഥാനത്ത് നമ്മൾ മടങ്ങി വരണം. മൂന്നാമത്തേത് ഏറ്റുപറച്ചിലാണ്. നാലാമത്തേത് നിരപ്പാകുകയാണ്. എന്താ നിരപ്പായത്? അങ്ങയുടെ മോനെന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നെ സ്വീകരിക്കണമെന്നുള്ള നിലയിൽ അപ്പനോട് പറഞ്ഞപ്പം ആ ചെയ്ത സകല കാര്യങ്ങളും ക്ഷമിച്ച് ആ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ആ പുത്രൻ്റെ സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ആ നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്തേക്ക് തന്നെ മടക്കി കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ മടങ്ങി വരാൻ ഒരു സമയമുണ്ട്, മാനസാന്തരത്തിൻ്റെ സമയമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഇതാണ് സമയം. ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ചിലപ്പോൾ പിന്നീട് സമയം കിട്ടി എന്ന് വരില്ല. ദൈവം തരുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ മടങ്ങി വരണം. മടങ്ങി വന്ന് തുറന്നൊന്ന് ഏറ്റു പറയാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അതെ, ഈ ദിവ്യമായ സകല അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കും. റോമാലേഖനം 8-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇപ്പോൾ നാം ക്രിസ്തുവേശുവിലാണെങ്കിൽ, നമ്മൾ ദൈവഭവനത്തിൻ്റെ അകത്താണെങ്കിൽ, കർത്താവുമായിട്ടുള്ള ആ കൂട്ടായ്മയിലാണെങ്കിൽ, നിരപ്പിൻ്റെ അനുഭവത്തിലാണെങ്കിൽ, നിരപ്പ് ഒരു വലിയ വിഷയമാണ്. റോമാലേഖനത്തിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഈ സമാധാനമില്ലാത്തത്, സ്വസ്ഥതയില്ലാത്തത്, അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ നിരപ്പ് പ്രാപിക്കാത്തതുകൊണ്ടാണ്. കാരണം ദൈവ ഭവനത്തിൻ്റെ അകത്ത് സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവികമായ സമാധാനവും സന്തോഷവും അവിടുന്ന് നിങ്ങൾക്ക് നൽകി തരട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.